ഇതെന്റെ മോളാണ്. ഇതെന്റെ അമ്മായിമ്മയാണ്. അമ്മായിമ്മയാണെങ്കിലും എനിക്ക് എന്റെ അമ്മയെ പോലാണ്. പിന്നെ ഹായ്, നല്ല രുചിയിലേക്ക് സ്വാഗതമേ. ഇന്ന് ഞങ്ങള് ചെട്ടികുളങ്ങര വന്നിരിക്കുക. അമ്പലത്തിലെ ഉത്സവമാണ്. അതിന് ഞങ്ങളുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഞങ്ങൾ വന്നിരിക്കുക. അവിടെ പിന്നെ കഞ്ഞിയുണ്ട്, ഉച്ചഭക്ഷണമുണ്ട്. പിന്നെ കഞ്ഞി കുടിക്കാനായിട്ട് ഞങ്ങൾ വന്നതാണ്. അതെ, അതിനെപ്പറ്റി ഞങ്ങൾക്ക് കൂടുതൽ വിശദീകരിക്കാൻ അറിയത്തില്ല, എന്നാലും അറിയാവുന്ന ഒരാളെ കൊണ്ട് ഞങ്ങള് സംസാരിപ്പിക്കുക. അതെ, ഇത് അപ്പം എന്റെ കസിനാണ്. ഞങ്ങള് രാവിലെ ഇറങ്ങുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങൾ എണീക്കാൻ ലേറ്റ് ആയി പോയി. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വരാനും അതുപോലെ തന്നെ താമസിച്ചു പോയി. അപ്പം അതുകൊണ്ട് രാവിലത്തെ കഞ്ഞിയുടെ ഇത് കഴിഞ്ഞു. ഇനിയിപ്പോ എത്ര മണിക്കാ? ഇനിയിപ്പം 1 മണിക്ക് കഞ്ഞിയുണ്ട്. നമ്മുടെ അടുത്ത അറിയാവുന്ന വീട്ടുകാരുടെ അടുത്ത് തന്നെയാണ്. അപ്പൊ നമ്മൾ 1 മണിക്ക് കഞ്ഞി കുടിക്കാൻ പോവാണ്. ഇവിടുത്തെ ഒരു പ്രധാന ചെട്ടികുളങ്ങരമ്മയുടെ പ്രധാന ഒരു വഴിപാടാണ് ഈ കുതിരമൂട്ടിൽ കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതൊരു 7 ദിവസമാണ്. ശിവരാത്രി മുതൽ കുംഭഭരണിയുടെ തലേ ദിവസം വരെ, അതായത് ഒരു ശനിയാഴ്ച വരെ കഞ്ഞി വഴിപാടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കരയായിട്ട് തിരിച്ചിട്ടുണ്ട് ചെട്ടികുളങ്ങര തന്നെ. അത് നമ്മുടെ കര കൈതവടക്കാണ്. കൈതവടക്കില് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കഞ്ഞിയുണ്ട്. ചില ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടുമാണ് കഞ്ഞിയുള്ളത്. അപ്പം നമ്മളെ ഇവരെ കുറെ നാളുകൊണ്ട് വിളിക്കുകയാണ് കഞ്ഞി കുടിക്കാൻ വാന്ന് പറഞ്ഞുകൊണ്ടല്ലേ. ഇന്നാണ് അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചത്. അതുകൊണ്ട് ഇന്ന് ഞങ്ങളെ പോരും. അതെ, കുത്തിയോട്ടത്തിനൊക്കെ നിൽക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ഇവർക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് പോവാണ് വീട്ടില്. സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പൊ നമ്മൾ അൻപുലി ഇടാൻ നേർന്നിട്ടുണ്ട്. അത് ഇടണം. ഞായറാഴ്ച എന്തിനു പോകണം. അപ്പൊ നമുക്ക് ഞായറാഴ്ച വൈകിട്ട് ഇവിടെ വന്നാലേ തിങ്കളാഴ്ചത്തെ പരിപാടിയൊക്കെ കൂടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങള് ഇന്ന് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ കുംഭഭരണിക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ കഞ്ഞിയില് പ്രധാന വിഭവം എന്ന് പറയുന്നത് അസ്ത്രം, മുതിര, പിന്നെ പഴം, പപ്പടം, കടുമാങ്ങ, പിന്നെ അവല് നനച്ചത്, ഉണ്ണിയപ്പം, അങ്ങനത്തെ കുറെ വിഭവങ്ങളുണ്ട്. നല്ല ടേസ്റ്റ് ആണ് എല്ലാത്തിനും. അതിപ്പോ നമ്മള് പറഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല. നമ്മൾ കുടിക്കുമ്പോഴായിട്ട് കഞ്ഞി കുടിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞ ഓല മെടഞ്ഞിട്ടേച്ച് അവത്തെ വേണം നമ്മൾ ഇരിക്കുക. എന്നിട്ട് ഈ ഓല കൊണ്ട് തിരികെ പോലെ എന്നിട്ട് അതിനകത്ത് ഇല വെച്ചിട്ടാണ് നമുക്ക് കഞ്ഞി അതിനകത്ത് തരുന്നത്. നമ്മൾ അവിടെ ഇരുന്ന് കുടിക്കണം. ചമ്പ്രം പിടഞ്ഞിരുന്ന കുടിക്കണം. ഞാൻ ഒരു വട്ടം ഇത് കഴിച്ചിട്ടുണ്ട്. അപ്പം അമ്മയും അനിയനും ഇത് കഴിച്ചിട്ടില്ല. അപ്പം അതിനായിട്ട് അതെ, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആള് മിസ്സിംഗ് ആണ്. ഉണ്ടാണെങ്കിൽ ഒന്നുകൂടെ ഒരു ഓളമായത് മിസ് ചെയ്ത് ഹിമയെ. അപ്പൊ എന്താ പറയുക, ഹിമ കസിന്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഇനി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ഇവക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതെ, പേര് ടൈംസ് നമീനാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ഇതെന്റെ അമ്മയാണ്. അമ്മ ഞങ്ങളെക്കാട്ടിലും മുന്നേ ഇവിടെ വന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിറങ്ങാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പം അമ്മയാണെങ്കിൽ ഞങ്ങളെക്കാട്ടിലും നേരത്തെ വന്ന് ഇവിടെ സീറ്റ് പിടിച്ചു. ഞങ്ങൾ വന്നപ്പോ ഇവിടെ ആളുണ്ടായിരുന്നു. അപ്പം ഇത്തവണ ഞങ്ങൾ എല്ലാരും കൂടെ ഇനി പോരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണം പെട്ടെന്ന് വന്നപ്പോഴത്തേന് കഞ്ഞി കുടിക്കാനായിട്ട് ഇവിടെ വന്നു. അതെ, എല്ലാരും. അതെ അതെ, ഞങ്ങളെ ഇനി കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും എന്റെ കുഞ്ഞമ്മയായിട്ട് വരും. അതെ, ചേച്ചിയുടെ അനിയത്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞങ്ങൾ എടി പൊടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അത്ര ഏജേ ഉള്ളൂ. കണ്ടാ പ്രായം പറയത്തില്ലെങ്കിലും ഏജ് ഉണ്ട്. അമ്മയൊക്കെ ആദ്യമായിട്ട് എവിടെ വരുന്നത്? ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് കാണുന്ന എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ കഴിഞ്ഞ വർഷവും വിളിച്ചത്, പക്ഷെ വന്നില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങളൊന്ന് വന്നു. അന്നേരം ഇവിടെ കന്യാസംഘമായിരുന്നു. ഏപ്രിലായിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ ചേട്ടന് ഹസ്ബൻഡും വന്നിട്ടുണ്ട്. ഇവളുടെ അച്ഛനെ ഞാൻ വിളിച്ചായിരുന്നു. അച്ഛനെ ജോലി ചെയ്തോണ്ട് അച്ഛനെ ഇവള് വിളിച്ചില്ല. ശരിക്കും ഫോണിൽ വിളിച്ചില്ല. അമ്മയെ വിളിച്ചിട്ട് പറയുമായിരുന്നു അച്ഛനെ കൂടെ വിളിച്ചോണ്ട് വരണോ. അച്ഛൻ അപ്പൊ വരാൻ പറ്റിയില്ല. അടുത്ത വർഷം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പറ്റുവാണെങ്കിൽ അല്ലേ അമ്മ? എല്ലാവർക്കും കൂടെ പറ്റുവാണെങ്കിൽ ഞങ്ങളെ രണ്ടുപേർക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഇനി ഇവിടെ ബാക്കി എല്ലാരും, എന്റെ അമ്മ അങ്ങനെ ഈ വീഡിയോയിൽ വന്നിട്ടില്ലല്ലോ. അപ്പം അമ്മയും പരിചയപ്പെടുത്തി. ഇനി ഞങ്ങൾ ബാക്കിയെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. എന്റെ മൂത്ത മോനെ അമ്മയുടെ തിരുനടയിൽ വെച്ചായിരുന്നു ചോറ് നടത്തിയത്. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് അല്ലാതെ ഒരു പ്രാവശ്യം കൂടെ. ഇപ്പൊ 3ാമത്തെ പ്രാവശ്യം.
കഞ്ഞി കുടിക്കാൻ വരുന്ന ഇന്നാണ്. ആദ്യമായിട്ടാണ്. ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. പിന്നെ അനിയത്തിക്ക് ഒരു തുലാഭാരം ഉണ്ടായിരുന്നു അല്ലേ അമ്മ? അതും ഇവിടെ വെച്ചാണ് നടത്തിയിട്ടുള്ളത്. അമ്മ ഇവിടെ സ്ഥലത്തില്ല, ജോലിക്ക് പോയിരിക്കുക. അല്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞങ്ങള് രാവിലെ അമ്പലത്തിൽ കയറണമെന്ന് ഉദ്ദേശിച്ചാണ് വന്നത്. അപ്പം ഇവള് പറഞ്ഞു അമ്മ പറക്കി പോയിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലോട്ട് ആരും കേട്ടത്തില്ലെന്ന് പറഞ്ഞു. ശിവരാത്രി മുതൽ കുംഭഭരണി വരെ പറക്കി പോകത്തില്ല, അമ്പലത്തിൽ തന്നെ ഉണ്ട്. കാരണം കുത്തിയോട്ടവും കഞ്ഞിയൊക്കെ ഉള്ളതുകൊണ്ട് അമ്പലത്തിൽ തന്നെ ഉണ്ട്. ഇനി പറക്കി പോകുന്നത് കുംഭഭരണി കഴിഞ്ഞാണ്. കുംഭഭരണി കഴിഞ്ഞാണ് നമുക്ക് ശരിക്കും ഇവിടെ ഉത്സവം തുടങ്ങുന്നത്. ഉരുളിച്ച എന്ന് പറയും. അത് ഓരോ കരയുടെയും വകയുള്ള ഒരു ഉത്സവമാണ്. അത് നമ്മുടെ കരയിലോട്ട് വരുവാണെങ്കിൽ അന്ന് നമ്മൾ ഇതുപോലെ കുംഭഭരണി ആഘോഷിക്കുന്ന പോലെ തന്നെ ആ ഒരു ഉരുളിച്ച നമ്മൾ ആഘോഷിക്കും. കൊഞ്ചുമാങ്ങയൊക്കെ വെച്ച് നമ്മുടെ സ്പെഷ്യൽ വിഭവം എന്ന് പറയുന്നത് കൊഞ്ചുമാങ്ങയാണ്. പിന്നെ അട വെക്കും. അത് രാവിലെ ഇങ്ങനെ ഈ ഓരോരുത്തർ വരും നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ കൊടുക്കാനും. അപ്പോൾ നമ്മൾ അരി, അട എന്നിവയൊക്കെയാണ് കൊടുക്കുന്നത്. കഞ്ഞി കുടിക്കുന്നിടത്തോട് പോവാം. എല്ലാവരും കൂടെ കഞ്ഞി കുടിക്കാൻ പോവാണ്. 1 മണിയാകുമ്പോൾ തുടങ്ങും. ഞങ്ങൾ പോട്ടെ. ഞങ്ങൾ അങ്ങോട്ട് നടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ഇവളെ ഞാൻ കണ്ടിട്ട് ഒരുപാട് നാളായി. അതെ, എപ്പോഴും വരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതെ. അപ്പം ഞങ്ങൾ അവധി സമയത്ത് എല്ലാ പ്രാവശ്യവും ഇവരുടെ വീട്ടിലോട്ട് നിൽക്കാൻ വരുമായിരുന്നു, ആ വലിയ അവധിക്ക്. അപ്പം ഞാനും എൻ്റെ അനിയത്തിയും കൂടെ വരുമായിരുന്നു. ഞാനില്ലാത്തപ്പോൾ അവൾ ഒറ്റയ്ക്കാണെങ്കിലും പോരും. അപ്പം ഇപ്പോഴാണ് പറയുമ്പോഴേ വരും. അതെ, ശരിയാ. ഇപ്പോഴാണ് പക്ഷെ ഇങ്ങനെ വരവൊക്കെ കുറച്ച് കുറഞ്ഞത്. എല്ലാവരും കുറച്ച് തിരക്കുകളിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കഞ്ഞി വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് പാലമൊക്കെ ആയിട്ട് കുതിരച്ചോട്ടിൽ പോയിട്ടുണ്ട്. അവിടെ നിന്ന് ദീപം തെളിയിച്ചിട്ടാണ് കുതിരച്ചോട്ടിലെ ആൾക്കാരെല്ലാം ഇവിടെ വരും. ഇവിടെ വന്നിട്ട് അവരുടെ വന്നതിന് ശേഷമാണ് കഞ്ഞി സ്റ്റാർട്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഓല ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ മേലെയാണ് നമ്മളിരുന്ന് കഞ്ഞി കുടിക്കുന്നത്. അപ്പോൾ കുതിരമൂട്ടിൽ ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് അവിടെ കാണാം. നമ്മൾ മുമ്പ് പറഞ്ഞ ഓലയും കൊണ്ടുണ്ടാക്കിയ തിരിക. ഈ തിരികയുടെ മുകളിൽ വാഴയില ഇങ്ങനെ വെച്ചിട്ട് അതിലാണ് നമുക്ക് കഞ്ഞി ഇവർ വിളമ്പുന്നത്. കഞ്ഞിയുടെ കൂടെ നമുക്ക് വിഭവങ്ങളായിട്ട് മുതിരത്തോരൻ, അസ്ത്രം, കടുമാങ്ങ അച്ചാർ, പപ്പടം, ഉണ്ണിയപ്പം, അവല് വിളയിച്ചത്, പഴം, ഇതൊക്കെയാണ് നമുക്ക് ഉള്ളത്. ഞങ്ങളെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വന്നിരിക്കുകയാണ്. കഞ്ഞിക്ക് മുതിരയുണ്ടായിരുന്നു, മുതിര തോരന്, അസ്ത്രം, അച്ചാറ്, മാങ്ങാച്ചാറ്, ഉണ്ണിയപ്പം, പഴം, അവല് വിളയിച്ചത്, ഇത്രയുണ്ടായിരുന്നു. ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കഞ്ഞി കുടിക്കുന്നത്. അമ്മയുടെ അനുഗ്രഹം ഇന്നാണ് എനിക്ക് കിട്ടിയത്. അമ്മയുടെ പ്രസാദം കഴിക്കാനുള്ള അമ്മ എനിക്ക് ഇരിക്കുന്നത്. അടുത്ത വർഷം വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അതെല്ലാം ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടെങ്കിൽ എല്ലാം സാധിക്കും. അതെ, അപ്പം നിങ്ങൾ അടുത്ത വർഷം എല്ലാവരും വരണം. കുംഭഭരണിക്കും വരണം. കഞ്ഞി കുടിക്കാത്തവർ വന്നതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പങ്കുചേരണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും നല്ല ഭംഗിയായിട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് വന്നു. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.